ഹായ്, അസ്സലാമു അലൈക്കും. ഇത് ബഷീറിലാണ് റിയാദ് എന്ന്. ഇന്ന് നമ്മളൊരു അടിപൊളി പാർക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ചൊരു സൈക്കിളൊക്കെ നിർത്തിയിട്ട് കുറച്ചൊന്ന് ഓടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഒന്ന് ഓടുന്നത് കുറച്ച് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്തു. പിന്നെ പോലത്തിന് ഒരു ഉഷാർ കിട്ടുന്നുണ്ട് ശരീരത്തിന്. അപ്പോൾ ഞാൻ പണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇപ്പം എന്നോട് എല്ലാവരും പറയും, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് നടക്കാനുണ്ട്, കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ജോഗിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് പാർക്കുകൾ വരുന്നത്, അടിപൊളി പാർക്കാണ് അവിടെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അത്യാവശ്യം നമ്മൾ നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമുക്ക് നടക്കുന്നതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗിങ് അതുപോലെ തന്നെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെൻ്റലി നല്ല ബൂസ്റ്റ് ചെയ്യും. ഇപ്പോൾ പണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ഹോർമോണൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ റോഡ് പണിക്കാർ നല്ല അധ്വാനിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന് പകരം അവരെന്ത് ചെയ്യുക, ആ ജോലിക്ക് അവർ പൊക്കോട്ടെ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് ദൂരം നടക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും വ്യായാമങ്ങൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ആവും. നമ്മൾ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ചെയ്തു പോകണം, അത് വേറൊരു തരം ഇൻക്രീസാണ്, അത് പോട്ടെ. പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ദൂരങ്ങളൊക്കെ നടന്ന് ഓടിയൊക്കെ വരുന്ന സമയത്ത് അത് അതിൻ്റെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഹാപ്പി ഹോർമോണൊക്കെ ഇൻക്രീസ് ചെയ്ത് നല്ല വൈബിൽ നമുക്ക് നടക്കാനും നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് നടക്കുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ്ഫോണൊക്കെ വെച്ച് നടക്കുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമല്ലോ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചാറ്റൽ മഴയും ആ സൈഡ് വിൻഡോയിലുള്ള ഇരുത്തും ജോൺസൺ മാഷ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ പോണ സമയത്ത് നമ്മൾ ഓരോ സ്വപ്നങ്ങളിലൂടെ അങ്ങനെ പോകും അല്ലേ. അതേ ഫീലിംഗ് ആണ് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെഡ്ഫോണൊക്കെ വെച്ച് അങ്ങനെ പോണ സമയത്ത് നമ്മളെ മൈൻഡ് ഒരു ബ്ലറായിരിക്കും, ഭയങ്കര പോസിറ്റീവ് എനർജിയെ ഫീൽ ചെയ്യുക, ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിച്ചിട്ടാവും നമ്മൾ നടക്കുന്നുണ്ടാവും. അപ്പം നമുക്കെന്താ ഒരു പ്രത്യേകത്തൊരു വൈബാണ് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അധികം സമയത്തും എല്ലാ എക്സസൈസും നിങ്ങൾ ചെയ്യുക, ജിമ്മിനോ കരാട്ടക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പൊക്കോളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10-20 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റിലാക്സ് ആയിട്ട് നടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ആക്റ്റീവ്നെസ് എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10-20 മിനിറ്റ് 10-15 മിനിറ്റ് അത് മതി, നമുക്ക് ഒരു അരമണിക്കൂർ വേണമെന്നാണ് ശരിക്കുള്ളത്. ഒരു 10-20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര ഹാപ്പിനെസ്, ആ ദിവസം ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും പോസിറ്റീവ് തോട്ടും നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ഉഷാറായിട്ടിരിക്കുക, പ്രസരിപ്പായിട്ടിരിക്കുക, സന്തോഷവാനായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അലീസ് വേൾഡ്. ഹാവ് എ ഗുഡ് ഡേ.